നമ്മുടെ നാട്ടിലെ പാട്ടുകാരൻ്റെ വീട് വടക്കഞ്ചേരിയിൽ ഇവിടെ എവിടെയോ ആണ്. ഈ വീട്ടിൽ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഈ വീട്ടിൽ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട്. മിക്കവാറും ഇതായിരിക്കും, ഒന്ന് പോയി നോക്കാം. കേട്ടാ എന്താണ് ഉണ്ടാക്കണത്? കേൾക്കണോ? കേക്കാണ്. ഇന്ന് ഇവിടെ കണ്ടിട്ടൊരു എന്തൊരു വിശേഷമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ചേട്ടാ. വിശേഷങ്ങളേ ഉള്ളൂ. ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഓ, എത്രാമത്തെ പിറന്നാളാണ്? ഇത് 2ാമത്തെ ബർത്ത്ഡേ. കുഞ്ഞുപ്പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, തുന്നി വെച്ചതാരാണി കിന്നരിപ്പും തലപ്പാവ്. ആദ്യം ഐസ്ക്രീം പാർലർ ഷെയ്ഖ് മാസ്റ്റർ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ചെറിയതായിട്ട് ഈ ഗാനമേള അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഞാൻ പോയി തുടങ്ങിയത്. പിന്നെ പ്രൊഫഷണലായിട്ട് നോക്കുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ കൊറോണ കാലം വന്നുകൂടിയത്. അപ്പോൾ അതിൽ കുറേ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥകളായി. കലാകാരന്മാർക്ക് ഒരുപാട് പേർക്ക് അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ട വേദിയായിരുന്നു. അപ്പോൾ സ്വന്തം ഞങ്ങൾ തിരഞ്ഞെടുത്തൊരു വഴിയാണ്, ഞാനും വൈഫും കൂടെ ഒരു വഴിയാണ് ഈ കേക്ക് മേക്ക്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. പാട്ട് പഠിച്ചിട്ടില്ല, ജീവിതത്തിൽ പാട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ പിന്നെ എല്ലാ പാട്ടും അത്യാവശ്യം പാടുന്നുണ്ട്. സിനിമാ പാട്ടാണെങ്കിലും മാപ്പിളപ്പാട്ടാണെങ്കിലൊക്കെ പാടുന്നുണ്ട്. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ല മൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ. എൻ്റെ തുടക്കം സ്റ്റേജിൽ വരുമ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിജയം നേടിത്തന്ന ഒരു പാട്ടാണ് നെഞ്ചിനുള്ളിൽ നീയാണ്, കൽബാണ് ഫാത്തിമ എന്ന് തുടങ്ങിയ ഒരു ആൽബം സോങ്ങിലൂടെയാണ് എൻ്റെ ഒരു റൂട്ട് മാറിയത്. പിന്നെ അതിനുശേഷം ഒരു ടേണിംഗ് പോയിന്റിലൂടെയാണ് എനിക്കൊരു ഭാര്യയായിട്ട് കിട്ടിയത്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ എൻട്രിയിൽ വരുന്ന ആ മുഖം, അപ്പത്തൊട്ടുള്ള ഒരു പ്രണയമായിരുന്നു ഞങ്ങൾ തമ്മിൽ. സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പേ നീ എന്നെ തനിച്ചാക്കി അകന്നിടുമോ. കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. ആൾ തന്നെ പറഞ്ഞ് പ്രേമമായിരുന്നു, 6 years ലവ് ആയിരുന്നു. അപ്പോൾ അത് കാരണം അതുകൊണ്ട് ഇതുവരെയും ആളുടെ ഈ ഒരു പ്രൊഫഷനെ മാറ്റിയിട്ട് ഇതുവരെ ഞാൻ നിർത്തിയിട്ടില്ല. വലയൂസി കളകളകളവണ കവിതകൾ പഠിക്കത് കുളുകുളു തെണ്ടൽ കാറ്റും വീസത് சில நேரம் சில சில சிலவென சிறுபுകൾ പടപട തുടിക്കിത് എങ്കും ദേഹം കൂസുത്. പാട്ടാണ് ഏറ്റവും ജീവിതമാർഗം. അപ്പം അതിലൂടെയാണ് എപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ കുടുംബം തന്നെയാണ്. ആഗ്രഹം ഒരു സിനിമയിലൊക്കെ പാടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നെട്ടോട്ടം കാര്യങ്ങളൊക്കെ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. ഒരു പാട്ടുകാരനെ അന്വേഷിച്ചാണ് വന്നെങ്കിലും ഈ വീട്ടിലെ മുഴുവൻ ആളുകളും പാട്ടുകാരാന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും ഇവിടെ കുറേ നേരം നിന്നാൽ നമ്മുടെ ഒരു പണി നടക്കില്ല. ഈ പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കും. മലകുശി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.